പാലക്കാട് തന്നെ ഇപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് മഴ. ഒരു ചെറിയ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും സങ്കടത്തിലാണല്ലേ. വയനാട്ടിലെ ദുരന്തം അറിഞ്ഞ ശേഷം മുതൽ തന്നെ അപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യം ഇനിയും പൂർണ്ണമായിട്ടില്ല, ഇനിയും നാളുകൾ നീളുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ അതൊന്നുമല്ല കേട്ടോ പറയാൻ വന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ്. അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുൾപൊട്ടലാണല്ലോ അവിടെ നടന്നത്. 2 തവണ ഉരുൾപൊട്ടലുണ്ടായി. മുണ്ടക്കൈയും ചൂരൽമല എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ? അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന ഒരു പ്രതിഭാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന ഭൂമിയുടെ ഭൂസ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനത് പറയുന്നത്. അറിയുന്നവരുണ്ടാവും. അറിയുന്നവർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കരുതുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കഠിനമായിട്ടുള്ള മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂമിയുടെ ഭൂസ്ഥിരത സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ചരലും മറ്റു വസ്തുക്കളും എല്ലാം വൻതോതിൽ ഒരുപാട് വലിയ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രത്തോളം വൻതോതിൽ വളരെ പെട്ടെന്ന് തന്നെ താണ സ്ഥലങ്ങളിലേക്ക് കുത്തി ഒലിക്കുന്ന അല്ലെങ്കിൽ പതിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് മഴക്കാലത്താണ്. ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുമ്പോഴാണ് ഈ പ്രതിഭാസം ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ട് ലഭിക്കേണ്ട മഴയാണ് നമുക്ക് 2-3 ദിവസത്തിനുള്ളിലൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാശനഷ്ടത്തോടു കൂടിയിട്ടുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലും സാധ്യത. കാരണം ഇപ്പോൾ നമ്മൾ മനുഷ്യയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മനുഷ്യൻ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണല്ലേ. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ പറഞ്ഞു അവിടെ മനുഷ്യവാസം ഒന്നും പാടില്ല, പിന്നെ കൃഷിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ എല്ലാവരും അവിടെയൊക്കെ അങ്ങനെ മനുഷ്യവാസം കൈയടക്കുകയും പിന്നെ കൃഷിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ വൈവിധ്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പല പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സേവ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും തടയാൻ സാധിക്കും. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ മലയോരങ്ങളിലുള്ള മലയോരങ്ങളിൽ താമസിക്കുന്ന ധാരാളം ആളുകളുണ്ടായിരിക്കില്ല. അവരൊക്കെ ഈ മഴക്കാലത്ത് മാറി താമസിക്കുക മാത്രമേ ഈ ഉരുൾപൊട്ടലിൽ നിന്നൊരു മോചനം കിട്ടുകയുള്ളൂ. താമസിക്കുകയാണെങ്കിൽ നമുക്ക് ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക എല്ലാവരും. ഇപ്പോൾ ഈ വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തന്നെ ഇപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് മഴ. ഒരു ചെറിയ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും. കൂടുതലായിട്ടും വടക്കൻ ജില്ലകളിലാണ് ഈ ഒരാഴ്ചയായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.